ഹായ് മക്കളെ, എവിടെയാണ് എൻ്റെ മക്കളൊക്കെ? എക്സാം ഒക്കെ ഇങ്ങോട്ട് അടുത്തെത്തി അല്ലേ? നമ്മുടെ മോഡൽ എക്സാം ആണ് അല്ലേ? 15-ാം തീയതി അല്ലേ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഒരു ടെൻഷനിലാവൂലേ? 2 എക്സാം ആണ്. എങ്ങനെയാ ഞങ്ങൾ ഹിന്ദി പഠിക്കുക, മലയാളം പഠിക്കുക, ഇംഗ്ലീഷ് പഠിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ ചോദിക്കുകയുണ്ടായി. എങ്ങനെയാ ഒരു ദിവസം 2 എക്സാം ഒക്കെ വെച്ചാൽ എങ്ങനെയാ ഞങ്ങൾ പഠിക്കുക? ഒന്നും കൊണ്ടും വിഷമിക്കേണ്ടടാ കേട്ടോ. കാരണം നമ്മൾ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതല്ലേ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അതൊക്കെ ഒന്ന് നിങ്ങൾ പോയി നോക്കി ഒന്ന് പഠിച്ചൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ. ലൈവിൻ്റെ വീഡിയോ ആയിട്ട് ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ കാര്യങ്ങളും മിസൈൽ പറയുന്നുണ്ടല്ലേ. അതേപോലെ നമ്മൾ ജീവൻ വൃത്ത് കേസ് ലിഖേ, സംക്ഷേപൺ കേസ് ലിഖേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോയും നിങ്ങളുടെ എജിപ്പോട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടടാ. അതൊക്കെ നിങ്ങൾ പോയി കാണാം. അതിന് പുറമെ നമ്മൾ വിജ്ഞാപൻ കേസ് ലിഖേ എന്ന് പറഞ്ഞിട്ടും വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. എൻ്റെ മക്കളെല്ലാവരും അത് പോയി കാണാം. സുഖമായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. അപ്പം മിസ് ഇന്ന് വന്നത് നിങ്ങളുടെ എക്സാം ആണല്ലേ? അപ്പം എക്സാം ആയതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സും, അതായത് നമുക്കറിയാം നമ്മുടെ 14 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് അല്ലെ, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരിക, അതേപോലെ തന്നെ അതിൽ ഏറ്റവും അധികം, അതായത് നമ്മുടെ അതിലെ വിധ ഏത് വിധയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു ചാപ്റ്റർ എൻ്റെ മക്കൾ ആദ്യം തന്നെ നിങ്ങൾ ഹിന്ദി പഠിക്കാനിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്തറിഞ്ഞിരിക്കണം? ചാപ്റ്റേഴ്സിൻ്റെ പേര്, അതേത് വിധയാണ്, അതേത് ലേഖകനാണ്, അല്ലെങ്കിൽ ഏതേത് കവിയാണ് എന്നറിഞ്ഞിരിക്കണം. അതറിഞ്ഞിരിക്കണ്ടേ? അതല്ലേ മസ്റ്റ്. അതാണ് നമ്മളെ ബേസ് എന്ന് പറഞ്ഞാൽ അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങളുമായിട്ടാണ് ഏറ്റവും നമുക്ക് സ്പീഡിലൊന്ന് വേഗം നമുക്ക് ഓടിച്ചു പോവാം. ഓക്കെ. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇതുണ്ടല്ലേ, ഈ ചാപ്റ്റർ ഉണ്ടല്ലോ, ഈ ചാപ്റ്ററിൻ്റെ എഴുതിയത് ഇന്ന ആളാണോ, ഇത് വിധയാണോ, അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ഓർമ്മിക്കാൻ സാധിക്കും അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് മിസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ. അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട് അതിൻ്റെ വിധിയൊക്കെ വേഗം പറഞ്ഞു പോവാം. കാരണം വൺ വേർഡ് മസ്റ്റാ. अनुताप किस विधा की रचना है? आनंद के फुलचुरियम किस विधा की रचना है? वो इसका लेखक कौन है അല്ലെങ്കിൽ കവി കോൺ എന്ന് പറഞ്ഞിട്ടാവും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ. അതേപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സിനും എന്തൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ക്രിസ്മസ് എക്സാമിൻ്റെ ആ ടൈമിൽ നമ്മൾ ലൈവിൽ പറയണ്ടായില്ലേ. അതിന് മുന്നേ നമ്മൾ പറയണ്ടായി എന്തൊക്കെയാണ് നമ്മൾ അന്ന് നമ്മുടെ പത്രയ്ക്ക് ബെഞ്ച് കാര്യങ്ങളൊക്കെ വരികയാണ് പറഞ്ഞത്. പക്ഷെ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട. ഇനി ഒരു 3 ചാപ്റ്റേഴ്സും കൂടെ ഉള്ളൂ. ദുഃഖ്, അബ്രാദ്, അതേപോലെ തന്നെ കഹനാ നഹി ആത്ത എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഈസിയാണെടാ, ഒന്നും കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഓക്കെ. അപ്പോൾ നോക്കിയ മക്കളെ, നമ്മുടെ ഈ ഒരു എക്സാമിന് ഫസ്റ്റ് അനുതാപ് ചാപ്റ്റർ ഏതുണ്ടായിരിക്കും? അതെന്താണ്? അനുതാപ് കിസ് വിധാ കി രചന ഹെ? യെസ്, ലഘുകഥ. എൻ്റെ മക്കൾ ആദ്യം മനസ്സിലാക്കുക, അനുതാപ് ഒരു ലഘുകഥയാണെന്നുള്ളത്. അത് സുഖേ സാഹിനിയാണെന്നുള്ളത് അറിഞ്ഞൂടെ എൻ്റെ മക്കൾക്ക്? അതെ. അപ്പോൾ ഈ ഒരു എക്സാമിന് ഈ ഒരു ചാപ്റ്റർ എന്ന് ചോദിക്കുന്നത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, വെരി ഷോർട്ട് ആൻസർ, അതായത് നമ്മളെ 1-2 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മസ്റ്റാ. എല്ലാ ചാപ്റ്റേഴ്സും അത് പ്രതീക്ഷിക്കാം. ഓക്കെ. അതേപോലെ തന്നെ ഷോർട്ട് ആൻസർ 4-6 മാർക്കുള്ള ഷോർട്ട് ആൻസറും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ നോക്കിയ മക്കളെ, വാർത്താലാപ് 6 മാർക്കിന് വാർത്താലാപ്. ആര്? നമ്മൾ അസ്ലമിൻ്റെയും അനുതാപ് ചാപ്റ്റർ അറിയില്ല എൻ്റെ മക്കൾക്ക് അല്ലേ? നമ്മൾ കാര്യങ്ങൾ പറഞ്ഞല്ലേ. അനുതാപ് കിത്തനെ പാത്ര ഹേ, കിൻ പാത്ര ഹേ നമുക്കറിയാം അല്ലേ. നമ്മുടെ അസ്ലം ഉണ്ട്, നയറിക്ഷവാല ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്? നമ്മുടെ യാത്രി അല്ലെ. യാത്രയില്ലേടാ, അല്ലെങ്കിൽ ബാബുജി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ ഇതൊന്ന് വാർത്താലാപ് പ്രതീക്ഷിക്കാം. യാത്രിയും പത്തിയും കൂടിയുള്ള വാർത്താലാപ് പ്രതീക്ഷിക്കാം കേട്ടോ. യാത്രയും പത്നിയും, അല്ലെങ്കിൽ യാത്രി വേദയും മിത്ര തമ്മിലുള്ള വാർത്താലാപ് പ്രതീക്ഷിക്കാം. എന്നും പ്രതീക്ഷിക്കാം, വാർത്താലാപ് പ്രതീക്ഷിക്കാം. ഡയറി പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ ആരുടെയും പ്രതീക്ഷിക്കാം, നമ്മുടെ യാത്ര ഡയറി പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ അസ്ലം ഡോക്ടറെ അടുത്ത് പോയി വന്നിട്ട് ആ ഡോക്ടർ എന്താ പറഞ്ഞ ആ ഒരു ഡയറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. എന്തും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ പത്രലേഖനം ഇതും പ്രതീക്ഷിക്കാം. ലെറ്റർ ഇത്ര മാത്രം അറിഞ്ഞിട്ട് എന്താണ് അതിൻ്റെ കണ്ടന്റ് അല്ലേ? നമുക്കറിയാം അസ്ലമിൻ്റെ കുറിച്ചിട്ടല്ലേ. അസ്ലമിൻ്റെ ഗുർദോമി ഖരാബീദി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, മെയിനായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിൽ പഠിച്ചു പോവാ. ഡോക്ടറിനെ മനാക്കിയാത, റിക്ഷ ചലാനേസോ മനാക്കിയാത, ഫിർ ബി റിക്ഷ ചലായ അല്ലെ. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ഡയറി ആയിക്കോട്ടെ, ഡയറിൻ്റെ ഫോർമാറ്റ് വേറെ, പത്രത്തിൻ്റെ ഫോർമാറ്റ് വേറെ, എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി സംക്ഷേപം ചോദിക്കാം. സംക്ഷേപം ചുരുക്കി എഴുതാനുള്ളത് അല്ലെ. ഒരു പാരഗ്രാഫ് തന്നിട്ട്
ഏറ്റവും ചുരുക്കി എഴുതാനാണ് ചോദിക്കാം. അത് 6 മാർക്കിന് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ മക്കളെ ഇതാണ് ഈ ഒരു ചാപ്റ്റർ. അപ്പൊ അനുതാപ് ലഘുകഥ ഹേ സുഖി സാഹിനിജിന്റെ. എന്റെ മക്കൾക്ക് അറിയാലോ. അടുത്ത് നോക്കിയേ, അടുത്തത് മധുരതു ആണ്. മധുരതു ആരുടെയാണ് മക്കളെ? നമ്മളെ ജയശങ്കർ പ്രസാദ് ജിയുടെ ഒരു കവിതയാണ് അല്ലെ. ഹരേ ഹാ കൈ ഹേ ബോലി സി യെ മധുരതു ദോ ദിൻകോ ചോട്ടി സി കുടിയാ മേ രജദൂം നേ വ്യഥാ സാ തിൻകോ അല്ലെ. പിന്നെയോ वसदा नीचे ऊपर नभ हो नींद अलग सबसे हो ജാടുകണ്ട് കെ ചെറുപ്പത്ത് ചെടുമി ഭാഗോ സോക്കെ തിൻകോ അല്ലെ. നല്ല കവിതയാണെടാ. അപ്പൊ ഇതിൽ നിന്ന് മെയിൻ ആയിട്ട് ചോദിക്കാവുന്നത് ആസ്വാദന ടിപ്പണിയാണ്. ഇത് മിസ് പറയുന്നില്ല കേട്ടോ, കാരണം അത് മസ്റ്റാ. വെരി ഷോർട്ട് ആൻസർ, 1-2 മാർക്കിന്ന് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാം. പിന്നെ ചോദിക്കാവുന്നത് ആസ്വാദന ടിപ്പണിയാണ്. കവിതയായാൽ അവിടെ ആസ്വാദന ടിപ്പണി ഉണ്ടായിരിക്കും 6 മാർക്കിന്. അടുത്തത് ഈ അമാര അധികാർ ഹൈ എന്ന് പറഞ്ഞിട്ടുള്ള പത്രാണ് മക്കളെ. സൂചനാ കാ അധികാർ പത്രാണ്. അത് 8 മാർക്കിന് പ്രതീക്ഷിക്കാം. ഇമ്പോർട്ടൻ്റ് മസ്റ്റ് ആണത് അല്ലെ. വിവരാവകാശ നിയമം എങ്ങനെയാണ്, വിവരാവകാശ നിയമം ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ടത് അല്ലെ. അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ലെറ്റർ അല്ലെ, അത് ഒഫീഷ്യൽ ലെറ്റർ ആണ് അല്ലെ, അതുണ്ടായിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആണെടാ. ഈസി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ ക്രിസ്മസ് എക്സാമിന്റെ ടൈമിൽ? യെസ്, അതൊക്കെ പോയി കണ്ടു നോക്കൂട്ടോ മക്കളെ. ജുലൂസ്, ജുലൂസ് എന്നുള്ളത് നാട്യരൂപാന്തരാണ്. ചിത്ര മുദ്ഗൽജിന്റെയാണ്. ചിത്ര മുദ്ഗൽജിക്ക് നാട്യരൂപാന്തരം ഹേ ജുലൂസ്. അത് ശരിക്കും എന്തായിരുന്നു? പ്രേംചന്ദ് ജിയുടെ കഹാനിയായിരുന്നു അല്ലെ. അത് ചിത്ര മുദ്ഗൽജി നേരെ നാട്യരൂപാന്തരാക്കിയതാണ്. എൻ്റെ കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. ഇത് വെരി ഷോർട്ട് ആൻസർ, ഇത് പ്രതീക്ഷിക്കാം. ഇതേപോലെ ചരിത്രപര ടിപ്പണി, സ്വഭാവ സവിശേഷത. ഈ ജുലൂസിൽ എത്ര കഥാപാത്രങ്ങൾ ഉണ്ടടാ? 5 കഥാപാത്രങ്ങളാണ് എൻ്റെ മക്കൾക്കറിയാം അല്ലെ. ഇബ്രാഹിം അലിജി, ബീർബൽ സിംഗ്, മൈക്കു, ശംഭുനാഥ്, ദീൻദയാൽ. ഇതിൽ 3 എണ്ണാണ് ഏറ്റവും മസ്റ്റ്. അതിൽ ആരൊക്കെയാണ്? ഇബ്രാഹിം അലിജി, ബീർബൽ സിംഗ്, മൈക്കു. പ്രതീക്ഷിക്കാം ചരിത്രപര ടിപ്പണി. അത് 4 മാർക്കിന് നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മനസ്സിലായില്ലേ? ഇനി അടുത്ത ചാപ്റ്റർ ആണ് ദോഹ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ദോഹ എന്ന് പറയുന്നത് കവിതയാണ്. കബീർ ദാസ് ജിയുടെ ദോഹ, 5 ദോഹ ആണല്ലേ. നമുക്കറിയാം ബുറാജോ ദേക്കന് മേൻ ചല ബുറാന മിലിയാ കോയി ചോദിൽ ഘോജോ അപ്ന മുജ്സാ ബുറാന കോയി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലെ വെരി ഷോർട്ട് ആൻസർ പ്രതീക്ഷിക്കാം. സമാനാർത്ഥി ശബ്ദ അല്ലെ, 1 മാർക്കിന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ദോഹയുടെ ആശയം 6 മാർക്കിന്, അല്ലെങ്കിൽ ഭാവാർത്ഥം. അതായത് ആ ഒരു ദോഹന്റെ എന്താ, ഒരു 5 ദോഹകളുണ്ട്, ഏതെങ്കിലും ഒരു ദോഹ തരും, അതിന്റെ ആസ്വാദന ടിപ്പണി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ, അല്ലെങ്കിൽ ഭാവാർത്ഥ ആശയം, അത് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് കേട്ടോ. ഇനി ബ്ലാക്ക് എന്ന് കൊടുത്തുള്ള ഞാൻ മിസ് ഉദ്ദേശിച്ചത് ഫിലിമി സമീക്ഷയാണ്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിലിമിന് ബ്ലാക്ക് തന്നെ ആയിക്കോണമെന്നില്ല. ചിലവർക്ക് വേറെ ഒന്നും വേണം, ഞങ്ങൾക്ക് ബ്ലാക്ക് തന്നെ മതിയാണ്, ബ്ലാക്ക് തന്നെ എഴുതി വെച്ചോളൂ നിങ്ങൾ. ഓക്കെ, ആ കിസി മൻപസന്ദ് ഫിലിം കി സമീക്ഷ ലിഖിയെ എന്ന് പറഞ്ഞിട്ട് 8 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഫിലിമി സമീക്ഷ അത് മസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫിലിമിനെ കുറിച്ചിട്ട് എന്ത് എഴുതാം? സമീക്ഷ ചെയ്യാം, റിവ്യൂ ചെയ്യാം കേട്ടോ. അത് നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്താണ് ചാന്ദ് ഔർ കവി. അയക്ക കവിത ഹേ, സുന്ദർ കവിത ഹേ അല്ല മക്കളെ. അത് രാംധാരി സിംഗ് ദിൻകർ ജിന്റെയാണ്. എന്ത് കവിത എന്ന് പറയുന്നത്? ചാന്ദ് ഔർ കവി. ഇതിലെ വെരി ഷോർട്ട് ആൻസേഴ്സ് 1-2 മാർക്കിന് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ ആസ്വാദന ടിപ്പണി ഞാൻ പറഞ്ഞു, മിസ് പറഞ്ഞു, കവിതയായാലും അവിടെ ആസ്വാദന ടിപ്പണി മസ്റ്റാ. ഓക്കെ, അത് എന്തോ 6-8 മാർക്കിന് അത് പ്രതീക്ഷിക്കാം. മക്കളെ മറക്കരുതേ കേട്ടോ. ഇനി ആനന്ദ് കി ഫുൽച്ചെടിയം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് മക്കളെ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക്. ആനന്ദ് കി ഫുൽച്ചെടിയാം എന്ന് പറയുന്നത് ഒരു നിബന്ധമാണ്. ആരുടെയാണ്? അനന്ത് ഗോപാൽ ഛേവടെ. എൻ്റെ മക്കൾക്ക് ആനന്ദ് കി ഫുൽച്ചെടിയാം, അപ്പൊ അനന്ത് അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് വേഗം തലയിൽ കയറും കേട്ടോ. ആനന്ദ് കി ഫുൽച്ചെടിയാം നിബന്ധാണ് അനന്ത് ഗോപാൽ ഛേവടെജിന്റെ. ഇതിൽ അതേ പറഞ്ഞ പോലെ വെരി ഷോർട്ട് ആൻസർ സംക്ഷേപൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തരും, സംക്ഷേപം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഏറ്റവും ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി പത്രലേഖനം, ഡയറി ലേഖനം, വാർത്താലാപം. ഡയറി എഴുതാൻ വേണ്ടിയിട്ട്, ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാർത്താലാപം എഴുതാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ മക്കളെ, വേറെ കാര്യങ്ങളൊന്നും ഇല്ലടാ. ഇത് നന്നായിട്ട് തന്നെ 5 സംഭവങ്ങളില്ലേ മക്കളെ, ആ 5 സംഭവങ്ങൾ, 5 സ്റ്റോറീസ് അല്ലേ, ആ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ നോക്കി പോവാ. ഇനി അടുത്തത് പത്തർ കി ബെഞ്ച് ആണ്. പത്തർ കി ബെഞ്ച് എന്ന് പറയുന്നത് കവിതയാണ് മക്കളെ. ചന്ദ്രകാന്ത് ദേവതാലേജിൻ്റെയാണ്. ചന്ദ്രകാന്ത് ദേവതാലേജിയുടെ കവിതയാണ് പത്തർ കി ബെഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അത് വെരി ഷോർട്ട് ആൻസർ പ്രതീക്ഷിക്കാൻ ഞാൻ പറഞ്ഞു. കവിതയായാൽ അവിടെ എന്തുണ്ടടാ? ആസ്വാദന ടിപ്പണി ഉണ്ടടാ. 6-8 മാർക്കിന് അത് പ്രതീക്ഷിക്കാം.
ओके अब पत्र की बेंच एक कविता है ആരുടെയാണ് किसकी कविता है ആ ചന്ദ്രകാന്ത് ദേവതാലേ ജിക്ക് കവിത है അടുത്തത് അനുവാദ് അംഗ്രേജി സംവാദമേ അതായത് നമ്മുടെ ഇംഗ്ലീഷ് കുറച്ച് ഡയലോഗും കുറച്ച് രണ്ടുപേരുടെ കോൺവെർസേഷൻ തരും അത് നേരെ എന്താ ഹിന്ദിയിലോട്ട് മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ് അത് വ്യത്യസ്ത രൂപത്തിലാട്ടോ ഒരേ ഒരു പാറ്റേൺ എന്നല്ല നമ്മളെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചാവൂല ഇത് ചോദിക്കുക ഓക്കെ അപ്പൊ മക്കളെ അത് പ്രതീക്ഷിക്കാം 6 മാർക്കിന് ട്രാൻസ്ലേറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് അറിയാത്ത വേർഡ്സിന്റെ മീനിങ് കാര്യങ്ങളൊക്കെ അവിടെ നൽകും കേട്ടോ പിന്നെ പാരിഭാഷിക ശബ്ദാവലി അത് മസ്റ്റ് ആണടാ 8 മാർക്കിന് ചോദിക്കുന്നതാണടാ ഇങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹി മിലാൻ കരേ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് കേട്ടോ അത് മറക്കരുതേ ഇനി അടുത്ത ചാപ്റ്റർ ആണ് ദുഃഖ് ദുഃഖ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരുന്നില്ല ദുഃഖ് എന്ന് പറയുന്നത് യശ്പാൽജിയുടെ ഒരു കഹാനിയാണ് കഥയാണ് എന്ന കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക നമ്മുടെ ഈ മോഡൽ എക്സാമിന് പബ്ലിക് എക്സാമിനൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അപ്പൊ യശ്പാൽജിയുടെ കഹാനിയാണ് ദുഃഖ് ദുഃഖിസ് വിദാ കി രചന ഹെ കഹാനി ഹെ ഇതിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം വെരി ഷോർട്ട് ആൻസർ സംക്ഷേപൺ ചുരുക്കി എഴുതാൻ പ്രതീക്ഷിക്കാം ഈ ചാപ്റ്ററിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തരും അത് സംക്ഷേപം ചെയ്യാൻ 3-1 സംഗ്രഹിക്കാൻ ചോദിക്കാം പിന്നെ പത്രലേഖൻ ഇതിലുള്ള കഥാപാത്രങ്ങൾ ദിലീപ് ഹേമ ചോട്ടലടുക്കയ്ക്ക് മാ ഇവരൊക്കെയാണ് അല്ലെ ഇതിലെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഇതില് പത്രലേഖൻ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡയറി എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാർത്താലാപം ആരുടെയും പ്രതീക്ഷ ചിലപ്പോൾ ദിലീപിന്റെ ഡയറി അല്ലെങ്കിൽ ദിലീപിന്റെ മിത്രത്തിന് എഴുതുന്ന ഡയറി ഹേമ ദിലീപിന് എഴുതുന്ന കത്ത് കേട്ടോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അടുത്തത് അബ്രാദ് എന്ന് പറയുന്നത് കഹാനിയാണ് മക്കളെ ഉദയ് പ്രകാശിയുടെ കഹാനിയാണ് അബ്രാദ് എന്ന് പറയുന്നത് വെരി ഷോർട്ട് ആൻസേഴ്സ് പത്രലേഖനം ഉണ്ടാവും ഡയറി ലേഖൻ വാർത്താലാപം ചരിത്ര ടിപ്പണി ഈ അബ്രാദ് എന്നുള്ളത് ഉദയ് പ്രകാശിയുടെ കുട്ടിക്കാലവുമായി ബന്ധപ്പെട്ടാണല്ലേ മക്കളെ നമ്മുടെ ഉദയ് പ്രകാശ് ജി അവിടെ ചോട്ട ബായി ആണ് അല്ലെ അതേപോലെ അവരെ ബിഡ ബായി അല്ലെ സഹോദരൻ ഇവരും ആണ് അവിടുത്തെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഇതിലെ അവരുടെ ആ ഒരു ജ്യേഷ്ഠന്റെ ഭായിയുടെ ചരിത്രപ്പെടുന്ന സ്വഭാവ സവിശേഷത ചോദിക്കാം കേട്ടോ മക്കളെ അതും പ്രതീക്ഷിക്കുക അപ്പൊ അബ്രാദ് കഹാനിയാണ് ഉദയ് പ്രകാശിയുടെ അടുത്തതാണ് ലാസ്റ്റ് ചാപ്റ്റർ കഹനാ നഹി ആത്ത എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കവിതയാണ് മക്കളെ അത് പവൻ കരൺജിന്റെയാണ് ഞാൻ പറഞ്ഞു കവിതയായാൽ ആസ്വാദന ടിപ്പണി മസ്റ്റാ ഇത് കഹനാ നഹി ആത്തത്തെ കുറച്ച് വരികൾ തരും അതിന്റെ എന്തെഴുതാൻ വേണ്ടിയിട്ട് ആസ്വാദന ടിപ്പണി എഴുതാൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് മക്കളെ നമ്മുടെ ഈ മോഡൽ എക്സാമിനായിക്കോട്ടെ നമ്മുടെ പബ്ലിക് എക്സാമിനായിക്കോട്ടെ നമ്മൾ ഇനി അഭിമുഖീകരിക്കേണ്ടത് ഈ ഒരു 14 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഓക്കെ അപ്പൊ അതിലെന്തും പ്രതീക്ഷ അപ്പൊ ആദ്യം എൻ്റെ മക്കൾ എന്തറിഞ്ഞിരിക്കണം മിസ് ഇത്രയും ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്താണ് ഉദ്ദേശിച്ചത് ഈ ഒരു ചാപ്റ്ററിന്റെ ഏത് വിധിയാണ് അല്ലെങ്കിൽ ഏത് ലേഖകനാണ് അല്ലെ ഇത് കവിയാണ് ആ കാര്യങ്ങൾ എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കണം അതാണ് ബേസിക് ഇപ്പൊ എൻ്റെ മക്കൾക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ആണല്ലേ അപ്പൊ ഇതൊക്കെ പഠിച്ചു പോയാൽ മതി എന്നുള്ളത് മൈൻഡിൽ വന്നില്ലേ അല്ലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് എന്നുള്ളത് എൻ്റെ മക്കൾക്ക് മൈൻഡിൽ വന്നില്ലേ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മിസ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഓക്കെ അപ്പൊ എല്ലാ മക്കളും എൻ്റെ മക്കൾ എല്ലാവരും പോയി പഠിക്കുക ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട എനിക്കറിയാം ഇംഗ്ലീഷ് എക്സാമും ഉണ്ട് എല്ലാവരും അതിൻ്റെ ഒരു ടെൻഷനിലാണ് ഒന്നുമില്ല നമ്മുടെ ലൈവിൻ്റെ വീഡിയോ ഉണ്ടല്ലോ അല്ലേ ലൈവിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കാണൂ ലൈവിൻ്റെ എല്ലാ കാര്യങ്ങളും മിസ്സൈൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ക്രിസ്മസ് എക്സാം ലൈവിൽ ദുഃഖവും ഭ്രാതും അതേപോലെ കഹനാ നഹി ആത്തയും ചിലപ്പോൾ ഉണ്ടാവാത്തത് ഓക്കെ ബാക്കി എല്ലാതും ഉണ്ട് എല്ലാവരും അത് പോയി കാണാം അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മക്കളെ നന്നായിട്ട് പഠിച്ചു പോവുക അപ്പോൾ ചാപ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഏകദേശം ഒരു ഐഡിയ എൻ്റെ മക്കൾ കിട്ടിയില്ലേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് തന്നെ എക്സാം എഴുതുക ധന്യവാദ് ബച്ചോ